ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം തുടരുന്നു. ഇറാനിലെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസീവ് ഇന്നൊവേഷൻ ആൻഡ് റിസർച്ച് സ്ഥാപനത്തിന് നേരെയും ആക്രമണമുണ്ടായി. ഇറാന്റെ ആണവായുധ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സ്ഥാപനമാണ് SPND. 60-ലധികം യുദ്ധവിമാനങ്ങളും മിസൈലുകളും ബോംബുകളും ഉൾപ്പെടെ ഏകദേശം 120 ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട്. ടെഹ്റാനിലെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു. ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു. ഇറാന്റെ ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ 270 പേർക്ക് പരിക്കേറ്റിരുന്നു. മിസൈൽ ആക്രമണത്തിൽ ബേർഷേബ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 71 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രിയല്ല, സൈനിക താവളമാണ് ലക്ഷ്യമിട്ടതെന്ന് ഇറാൻ സൈനിക മേധാവി വ്യക്തമാക്കി. അതിനിടെ ഇന്ത്യയ്ക്ക് മാത്രമായി വ്യോമപാത തുറന്ന് ഇറാൻ. ഇതോടെ ടെഹ്റാനിലും മറ്റ് നഗരങ്ങളിലും കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് രാജ്യത്തേക്ക് തിരികെ എത്താനാകും. ഇറാൻ വ്യോമപാത തുറന്നു നൽകിയതോടെ 1000-ഓളം വിദ്യാർത്ഥികൾക്ക് ഇന്ന് യാത്ര തിരിക്കാനാകുമെന്നാണ് റിപ്പോർട്ട്. ഇന്നു രാത്രി തന്നെ വിദ്യാർത്ഥികൾ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തും. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് 110 ഇന്ത്യൻ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയിരുന്നു. അർമേനിയ വഴിയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ രാജ്യത്ത് തിരികെ എത്തിയത്.